വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 49 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമറിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. നമുക്ക് എതിരല്ലാത്തവൻ നമുക്ക് അനുകൂലിയാകുന്നു. യേശുവിന്റെ ഒരു വിശദീകരണം. മതിയായ തെളിവുകളില്ലാതെയും തക്കതായ കാരണങ്ങൾ കൂടാതെയും അവധാനപൂർവം വേണ്ടത്ര ചിന്തയോടുകൂടി അല്ലാതെയും എടുക്കുന്ന തീരുമാനങ്ങളും എത്തുന്ന നിഗമനങ്ങളും തീർത്തും പക്വതയോടുകൂടിയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പ്രകാശനമായിട്ട് കരുതാനാവില്ല എന്ന സത്യം യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന നിലയിൽ വേണം ഇന്നത്തെ സുവിശേഷത്തെ നമുക്ക് നോക്കിക്കാണാൻ. യേശു പ്രത്യേകം സ്നേഹിച്ചിരുന്ന ശിഷ്യനായിരുന്നല്ലോ യോഹന്നാൻ. ആ സ്നേഹബന്ധങ്ങള് തെറ്റിനെ മൂടിവെക്കാനോ അതിനെ ന്യായീകരിക്കാനോ തയ്യാറാകുന്ന ഒരു ഗുരുവിനെയല്ല നമ്മൾ കാണുമ്പോൾ. എത്ര കണ്ട് വാത്സല്യവും സ്നേഹവും ഉണ്ടായാലും തെറ്റാണ് ചെയ്തത് എന്ന് വരികിൽ, ശരിയല്ലാത്തതാണ് ചിന്ത എന്ന് വരികിൽ അത് തിരുത്താൻ തയ്യാറാകുന്ന ഒരു യേശുവിന്റെ ചിത്രമാണ് നമുക്കിവിടെ ദർശിക്കാനാകുക. യോഹന്നാൻ സമൂഹത്തിൽപ്പെട്ട ചിലരോട് തന്റെ കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്തോ കാരണവശാൽ അത് നിഷേധിക്കുന്നു. സ്വാഭാവികമായിട്ട് യോഹന്നാന് അതൃപ്തി ഉണ്ടായി കാണും. ഈ അതൃപ്തി യേശുവിനെ അറിയിക്കുകയാണ് യോഹന്നാൻ. ആ അറിയിക്കുന്നതിനെ ഒരു പിൻബലം കിട്ടത്തക്ക വിധത്തിൽ യോഹന്നാൻ അതോടുകൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാൻ തയ്യാറില്ലാതെ, എന്നാൽ നിന്റെ നാമത്തിൽ വീണ്ടും സമൂഹത്തിലെ പല പ്രവർത്തനങ്ങളും ചില അത്ഭുതകരമായിട്ടുള്ള രീതിയിലും അവർ നടത്താൻ ഇടവരുന്നു. അതുകൊണ്ട് അതിനെ നിരോധിക്കണം. അത് അവര് നമുക്ക് അനുകൂലമല്ല, നമ്മളെ എതിർക്കുന്നവരാണ്, നമ്മുടെ ശത്രുക്കളാണ് എന്ന രീതിയിലാണ് യോഹന്നാൻ യേശുവിനോട് ആ സംഭവത്തെ പറ്റി അറിയിക്കുന്നത്. കാര്യം യോഹന്നാനെ വളരെ താല്പര്യമാണ് യേശുവിനെ എന്ന് വരികിലും യേശു സശ്രദ്ധം യോഹന്നാനെ ശ്രമിച്ചതിന് ശേഷം യോഹന്നാനെ തിരുത്തുകയാണ്. യോഹന്നാനെ യഥാർത്ഥത്തിൽ ശിക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാനോട് യേശു പറയുന്നു, ആവശ്യപ്പെട്ട ആ കാര്യം നിർവഹിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തികൾ നമ്മുടെ ശത്രുക്കളാണ് എന്ന് ധരിക്കുന്നത് തെറ്റാണ്. കാരണം ശത്രുത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാത്തോളം കാലം അവർ മിത്രങ്ങളായിട്ട് നമുക്ക് കണക്കുകൂട്ടേണ്ടി വരും. വേണ്ട വിധത്തിലുള്ള തെളിവുകളും കാരണങ്ങളും ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് യേശു തുടർന്ന് പറയുകയാണ്, ഏതൊരു വ്യക്തി എനിക്കോ എന്റെ മൂല്യങ്ങൾക്കോ എതിരായിട്ട് പ്രവർത്തിക്കുകയും ആ വ്യക്തി തന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക, സമൂഹത്തിൽ ഫലപ്രദമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ സമൂഹത്തിലെ ഫലപ്രദമായിട്ട് ആ വ്യക്തി പ്രവർത്തിക്കാൻ എന്റെ നാമത്തിൽ സാധിക്കുന്നുണ്ട് എന്ന് വരികിൽ, അതിനാൽ തന്നെ എനിക്കോ എന്റെ മൂല്യങ്ങൾക്കോ എതിരായി
ആ വ്യക്തി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു പറയുകയാണ്, നിത്യസനാതനമായൊരു സത്യം യോഹന്നാനെയും മറ്റു ശിഷ്യന്മാരെയും യേശു പഠിപ്പിക്കുകയാണ്. നമുക്കെതിരല്ലാത്തവൻ നമുക്ക് അനുകൂലിയാകുന്നു. എതിരാണ് എന്ന് നമ്മൾ ധരിച്ചത് കൊണ്ട് എതിരാകണം എന്നില്ല. എതിരാണെന്ന് തെളിയിക്കപ്പെടാത്തോടത്തോളം കാലം മറ്റൊരു വ്യക്തി എതിരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് യോഹന്നാനെ യേശു പഠിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു സംഭവം കൂടി നമ്മുടെ ധ്യാന വിഷയമാക്കുകയാണ്. യേശു ജെറൂസലം ഉന്നം വെച്ച് പോകുന്നതിനിടയിൽ വഴിമധ്യേ ഒരു ഗ്രാമത്തിലേക്കൂടെ കടന്നു പോകാനിട വന്നു. സമറിയ ഗ്രാമം. ആ ഗ്രാമത്തിലെ നിവാസികളിൽ ചിലർ യേശുവിന്റെ പ്രവർത്തനങ്ങള് നിഷേധിക്കുകയും യേശുവിനെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെയും ചെയ്തത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് തീർത്തും നീരസം തോന്നാനിട വന്നു. എന്നല്ല, അവർ അത് ചെയ്തത് ശരിയായില്ല എന്ന രീതിയിലാണ് ശിഷ്യന്മാരുടെ പ്രതികരണം. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് നീരസപ്പെട്ട് തന്നെ പറയുന്നു, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം, ഞങ്ങൾ തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പ് നടത്തട്ടെയോ എന്ന രീതിയിലാണ് യേശുവിനെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ യേശുവിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കപ്പെട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിനും ദുഃഖം തോന്നി കാണും. പക്ഷെ ആ ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ശിക്ഷിക്കാൻ തക്കതായിട്ടുള്ള ഒരു കാരണം അവരത് ചെയ്തിട്ടില്ല. അവരെ എന്നെ എതിർക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടേക്കാം. ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ അവരെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി ബോധപൂർവവും അർത്ഥപൂർണവുമായിട്ടുള്ള നിലപാടുകളിൽ എടുക്കേണ്ടതാണ് ജീവിതത്തിൽ എന്ന പരമമായിട്ടുള്ള ഒരു സത്യം തന്റെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുകയാണ്. ഇഷ്ടമുള്ളവര് പറയുന്നതൊക്കെ നല്ലതാണെന്നും ഇഷ്ടമില്ലാത്തവരാണ് അത് പറയുന്നത് എന്ന് ഒരിക്കൽ അതിനാൽ തന്നെ അനിഷ്ടം കാണിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത പക്വത വന്ന മനുഷ്യനെ യോജിച്ചതല്ല. അത് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ആ പറയുന്നതിൽ യുക്തിയുണ്ടോ യുക്തിരാഹിത്യമുണ്ടോ, ആ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളെത്തുന്ന നിഗമനങ്ങളും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും എന്ന് വളരെ വളരെ ഉറച്ച ഒരു നിലപാട് യേശു തന്റെ ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. ഈ നിലപാടുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ, തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത്. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പക്വത, ആ പെരുമാറ്റ ശൈലി എന്ന് യേശു പഠിപ്പിക്കുന്നത്. യുഗാന്തരങ്ങളിൽ കൂടെ കടന്ന് ഇന്ന് യേശുവിന്റെ അനുയായികള്, യേശുവിന്റെ ദൗത്യവാഹകരായിട്ട് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന നമ്മളുടെ ജീവിതത്തിലും വളരെ വളരെ ചിന്തയോടുകൂടെ, അവധാനതയോടുകൂടെ, വീണ്ടും വിചാരത്തോടുകൂടെ, സത്യസന്ധമായ രീതിയിൽ നീതിബോധത്തോടുകൂടെ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ നാം എടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്ന സത്യം നാം ഗ്രഹിക്കണം.